ഇൻഫോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു തെറ്റിദ്ധാരണയെക്കുറിച്ചാണ്. അതായത് നമ്മൾ വണ്ടിയൊക്കെ കൂടുതൽ നേരം ഓടിക്കഴിഞ്ഞൊരു വണ്ടി നിർത്തിയിരുന്ന സമയത്ത് എൻജിൻ ഭാഗത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഏതോ ഒരു ഭാഗത്തിൽ നിന്ന് നമ്മളൊരു ടിക് ടിക് എന്നുള്ളൊരു സൗണ്ട് കേൾക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ആ സൗണ്ട് കേൾക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇത് വണ്ടിക്ക് എന്തോ ഒരു കംപ്ലയിൻ്റ് ആണെന്ന് കരുതി നമ്മൾ വർക്ക്ഷോപ്പിലേക്കൊക്കെ കാണിക്കാൻ പോകും. അതിനൊന്നും ആവശ്യമില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സൗണ്ട് വരുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം, ഒരു വണ്ടി കൂടുതൽ റൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വണ്ടി റൺ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഒരു എൻജിനും ഒരു ഇൻടേക്കും ഒരു എക്സോസ്റ്റും ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഒരു വണ്ടി ഇങ്ങനെ കൂടുതൽ റൺ ചെയ്യുന്ന സമയത്ത് എന്താണ്, എൻജിൻ ഹീറ്റ് ആവുകയാണ്. അപ്പോൾ എക്സോസ്റ്റിലൂടെ വരുന്ന എക്സോസ്റ്റ് ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ കൂടും അല്ലേ. ഒരു 500 മുതൽ 700 ഡിഗ്രി സെൽഷ്യസൊക്കെ വരെ ആയിരിക്കും എക്സോസ്റ്റ് ഗ്യാസിലൂടെ പുറത്ത് വരുന്ന ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ. നമുക്കറിയാം എക്സോസ്റ്റ് ഗ്യാസ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു മെറ്റൽ കൊണ്ടാണ്. അതായത് ലെയർ ബൈ ലെയർ ആയിട്ടാണ് ഈ മെറ്റൽ യൂസ് ചെയ്ത് എക്സോസ്റ്റ് നിർമ്മിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഒരു 500 മുതൽ 700 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ഈ ഒരു എക്സോസ്റ്റ് ഗ്യാസ് പുറത്ത് വരുന്ന സമയത്ത് ഈ മെറ്റൽ എന്ത് സംഭവിക്കും, എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും അല്ലേ. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു മെറ്റൽ എന്താണ്, എക്സ്പാൻഡ് ആവുകയും ആണ് സംഭവിക്കുക അല്ലേ. അപ്പോൾ വണ്ടി ഇങ്ങനെ റൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വണ്ടി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ്, ഈ എക്സോസ്റ്റ് ഗ്യാസിലൂടെ നല്ല ടെമ്പറേച്ചർ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ എക്സോസ്റ്റിൻ്റെ മെറ്റൽ എന്താവാണ്, എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്യുക. ഇനി നമ്മൾ വണ്ടി നിർത്തിയിരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ എക്സോസ്റ്റ് കൂളാവാൻ തുടങ്ങും അല്ലേ. നമുക്കറിയാം ഒരു 10 മിനിറ്റൊക്കെ നിർത്തിയിടുമ്പോൾ എക്സോസ്റ്റ് എന്താവാറാണ്, കൂളാവാറാണ് ചെയ്യാറ് അല്ലേ. അപ്പോൾ അതെന്തുകൊണ്ടാണ്, അതായത് ആ എക്സോസ്റ്റ് ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ കുറയും. എക്സോസ്റ്റ് ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് മെറ്റൽ എന്ത് ചെയ്യാൻ തുടങ്ങും, കൺട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങും അല്ലേ. അപ്പോൾ കൺട്രാക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സൗണ്ടാണ്, അതായത് ആ മെറ്റൽ കൺട്രാക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സൗണ്ടാണ് ആ ഒരു ടിക് ടിക് എന്നുള്ളത് വരുന്നത്. അത് എൻജിൻ ഭാഗത്തു നിന്നല്ല, എക്സോസ്റ്റ് ഗ്യാസിൽ നിന്നാണ് വരുന്നത്. അത് വണ്ടീൻ്റെ പ്രോബ്ലം ഒന്നുമല്ല. ഈ ഒരു എക്സോസ്റ്റ് ഗ്യാസിൽ നിന്ന്, അതായത് എക്സോസ്റ്റിൽ നിന്ന് വരുന്ന ഈ ഒരു പ്രക്രിയയാണ് അത്. അപ്പോൾ അത് വണ്ടീനെ തകരാറായി ആരും വർക്ക്ഷോപ്പിലൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. അത് നോർമലി ആ വണ്ടീൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്കാണ്, അതങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിൽ എന്തുകൊണ്ടാണ് ആ ഒരു സൗണ്ട് ഉണ്ടാകുന്നതെന്ന് മനസ്സിലായി കാണും. അപ്പോൾ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻഫോടെക് വരുന്നതായിരിക്കും.